അല്ല, എൻ്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസ് ആണ് അവർ വെച്ചിരുന്നത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഒരു എന്താ പറയുക, ഡെഫിനറ്റ്ലി എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ. ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെ അധികം ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത്. ഞാൻ എന്റെ പേടിയെ പറഞ്ഞത്, ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞത് എന്താ, മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ. ഇഷ്യൂ ഒരിക്കലും ഇയാളെ അടിക്കുന്നതില്ല, ഞാൻ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല, ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. സെക്കൻഡ്, ടൊവിനോയുടെ മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാള് പിന്നെ എന്തൊക്കെ കേസാണ് എന്റെ മേലിൽ വെച്ചേക്കണത്, മീൻസ് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ്. അസിൻ എന്താണ് ചെയ്യുന്നത്, എന്നെയും അങ്ങനെ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട്. അതിന് പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ. 2018 മുതലുള്ള സുഹൃത്താണ് വിപിൻ എന്ന് പറഞ്ഞു. ഒരു 7 വർഷമായിട്ടുള്ള സൗഹൃദമാണ്. ഒരു ഘട്ടത്തിൽ ഉണ്ണിക്കെതിരെ ഒരു നടിമാരോട് നിരന്തരം പരാതി പറയുന്നു, അത് ഉണ്ണിയെ അറിയിക്കുന്നു, നടിമാർ പരാതിയായി പറയുന്നു. അങ്ങനെ പറയാൻ വിപിന് ഉണ്ണിയോട് എന്താണ് ഇത്ര പക? ഭയങ്കര സ്പൈസി ചോദ്യമാണ്. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട്. ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് എന്റെ കൂടെ നിന്നായിരുന്നു. അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം, ടോവിനോയുടെ വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്ത് നോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ട ആളായതുകൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഒരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവര് എന്റെ ശത്രുക്കളാണെന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കാം. പക്ഷെ സത്യം ഇതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ അഗെയിൻ റിപ്പീറ്റ് ചെയ്തു, അടി ഒരു വിഷയമാണെങ്കിൽ അടിച്ചിട്ടില്ല. ഇനി ഒരു പ്രോമിനന്റ് ആയി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങൾ വന്നാൽ പറഞ്ഞു. അടി ഒരു വിഷയമാണെങ്കിൽ അടിച്ചിട്ടില്ല. ഇനി ഒരു പ്രോമിനന്റ് ആയി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങൾ വന്നാൽ പറഞ്ഞു. ഒത്തിരിയധികം സിനിമകൾ തടഞ്ഞ്, അതായത് ആൾക്ക് 5 വർഷത്തേക്ക് ഡേറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞെന്ന് പറയുന്നു. അപ്പൊ ഇതിനെതിരായിട്ട്, അതായത് നിലവിലെ ഒരു ആർട്ടിസ്റ്റിന് മാനേജർ വഴി അല്ലാതെ ഒരു രീതിയിൽ കഥ പറയാനുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്താഗതി എനിക്ക് വന്നിട്ടുണ്ട്? ഒഫീഷ്യൽ ഇമെയിൽ ഐഡീസ് ഉണ്ട്, വെബ്സൈറ്റുകൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് പല പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല. ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ദാറ്റ് ഈസ് ജെനുവിൻലി ഇത്രയും സംഭവിക്കുന്നത്. പിന്നെ ഒരു പരിധി വരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത്, ഓക്കെ, ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കുന്നത്. ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരിക്കും. ഒരു തിരക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യാൻ ഞാൻ വളരെ ആക്സസിബിൾ ആയ ഒരാളാണ്. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് പറ്റിയില്ല. ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിൾ ആയിട്ട് ഇട്ടപ്പോൾ ഞാനും അതിനെ എടുത്തു പറഞ്ഞു. യെസ്, ഉണ്ടാവും. ആ കേസിൽ തന്നെ അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാവുകയും പോലീസ് എന്ന് കോടതിയിൽ അത് പറയുകയും ചെയ്തു. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ്. അത് പോലീസ് കോടതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെയാക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ബോധപൂർവ്വം ശ്രമം നടത്തിയിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ പോലീസ് ഓഫീസറിന്റെ വോയിസ് കേട്ട് ഞാനും പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എല്ലാവരും പേടിച്ചു, ഇത് വേറൊരു വീഡിയോ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അതാ പറഞ്ഞു, വിവരിക്കാം, എനിക്ക് അറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും, ഇത് ഇല്ലീഗൽ അല്ലേ. ഞാൻ പോലീസ് ഓഫീസറിനെ വിളിച്ച് എനിക്ക് അന്വേഷണ പാവട്ടെയും വിളിച്ചിരുന്നു. അതിന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. ഇങ്ങനെ വോയിസ് ലീക്ക് ചെയ്യുന്ന നോക്കിയാണോ? ലീഗലാണ്. കുഴപ്പമില്ല.